ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد. ഒന്നാമത്തെ CCTV ക്യാമറ എത്ര എണ്ണം മറന്നിട്ടില്ല അല്ലേ? 5 ക്യാമറകൾ. ഒന്ന് ഇവിടെ ശ്രദ്ധിക്ക്, വേഗം പറയാണ് കേട്ടോ, ഇവിടെ ശ്രദ്ധിക്ക്. ഒന്ന് പറയാതെ പോയാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഇത്രയും നേരം നമ്മളോട് ഇരുന്നത് ആ ക്യാമറ പറയുന്നു, അവസാനം വിരിച്ചു കഴിഞ്ഞപ്പോൾ ശരിയായിരുന്നു ഈ കുണം കാണിച്ച് എനിക്ക് പോയെന്ന് പറയരുത്. അതുകൊണ്ട് അത് പറയുന്നു. ഇവിടെ ശ്രദ്ധിച്ചു, 5 ക്യാമറകൾ. ഒന്ന് ഇവിടെ ശ്രദ്ധിക്ക്, ഒന്നാമത്തെ ക്യാമറ, ഫസ്റ്റ് ക്യാമറ ആരാണ്? അല്ലാഹ്. അതാണ് ഏറ്റവും വലിയ ക്യാമറ. ഖുർആൻ പറയാൻ ഓരോ ക്യാമറകൾ എണ്ണി പറയാം. ഇവിടെ ശ്രദ്ധിച്ചോ, ഖുർആനും ഹദീസും വെച്ചുണ്ട് 5 ക്യാമറകൾ. ഇവിടെ ശ്രദ്ധിച്ചോ, ഇത്ര ക്യാമറകൾ 5 എണ്ണം. ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, മാനവരെ പടച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്ന സർവകാര്യങ്ങളും നമുക്കറിയാം. ആര് പറയാൻ? അല്ലാഹ് പറയാൻ. മനുഷ്യ, മാനവ, നീ കരുതുന്നുണ്ടോ പാതിരാത്രി സമയത്ത് ആരും അറിയാതെ രഹസ്യമായി നീ റൂമിലിരുന്നു കൊണ്ട് ബ്ലൂ ഫിലിമുകൾ കാണുന്നത്, അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾ ചാറ്റിംഗ് നടത്തുന്നത് അല്ലാഹു കാണുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. സൂറത്തുൽ അൻആം 59-ാമത്തെ വചനം. ഖുർആൻ വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അല്ലാഹുവിന്റെ പക്കലാണ് ലോകത്തുള്ള സർവ്വ അദൃശ്യത്തിൻ്റെതായ താക്കോലുകൾ. ഈ ലോകത്തിന്റെ തമ്പുരാന്റെ സമുദ്രത്തിലാണ്, അല്ലാഹുവിന്റെ ഖജനാവയാണ്, റബ്ബിന്റെ തിരുസമുദ്രത്തിലാണ് എല്ലാ അദൃശ്യത്തിന്റെ അറിവുകളും. എത്രത്തോളം അല്ലാഹു പറയാൻ, ലാ യഅലമുഹാ ഇല്ലാ ഹു, അദൃശ്യജ്ഞാനങ്ങൾ അല്ലാഹു അല്ലാതെ ലോകത്ത് ഒരു വസ്തുവും ഒരു ആളും അറിയുകയേ ഇല്ല. എത്ര വലിയ പഠിപ്പുള്ളവനായിരുന്നാലും എത്ര വലിയ സയന്റിസ്റ്റ് ആയിരുന്നാലും പടച്ച റബ്ബുരാന്റെ മുന്നിൽ ഒന്നുമല്ല. ഇന്നും കോട്ടയം ജില്ലയിൽ യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പറഞ്ഞതുപോലെയുള്ള മഴയൊന്നും പെയ്തിട്ടില്ല. എല്ലാവർക്കും പറഞ്ഞാൽ കുറച്ചെങ്കിലും മഴ പെയ്യണമല്ലോ, അവിടെ മുന്നേ പെയ്തിട്ടില്ല. ഇന്ന് കൊല്ലം ജില്ലയിൽ നോക്കുമ്പോൾ അല്ല മഴ. മനസ്സിലായില്ലേ? പറച്ചിൽ പോലെ ഉണ്ടാവൂല. അതാണ് അല്ലാഹു തആല പറയണം എവിടെ മഴ പെയ്യണം, എവിടെ ഇതുണ്ടാവണം. അത് പടച്ചോ, അല്ല നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. റെഡ് അലർട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അത് പടച്ചോൻ തീരുമാനിക്കും. ചിലപ്പോൾ ആ ദിവസം വന്നോണമെന്നില്ല, പിറ്റേ ദിവസം ആയിരിക്കും വരിക. ഇപ്പോഴാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ അല്ലേ? ലാ യഅലമുഹാ ഇല്ലാ ഹു,
ഈ ലോകത്തിന്റെ തമ്പുരാനല്ലാതെ, ജഗന്നിയന്താവല്ലാതെ, പരിപാലകനല്ലാതെ, സർവേശ്വരനല്ലാതെ, സർവാധിപതിയല്ലാതെ, സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവല്ലാതെ, പടച്ച തമ്പുരാനല്ലാതെ ഒരാളും അറിയുകയില്ല. അങ്ങനത്തെ ചില അദൃശ്യജ്ഞാനങ്ങളുണ്ട്. ആര് പറയുന്നു? ശുദ്ധ ഖുർആൻ. അല്ലാഹു തആല പറയാം, വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ. സമുദ്രത്തിലും കരയിലും വസിക്കുന്നത് എന്തൊക്കെയാണ്, ഈ കരയിൽ എന്തൊക്കെ സംഭവിക്കും, ദുരന്തങ്ങൾ ഉണ്ടാകുമോ, ഭൂമി കുലുക്കമുണ്ടാകുമോ, പ്രളയ ദുരന്തങ്ങൾ ഈ കരയിൽ നിന്ന് കടലിൽ നിന്ന് കരയിലേക്ക് കടന്നു വരുമോ, സുനാമികൾ ഉണ്ടാകുമോ, ആകാശത്ത് നിന്ന് മഴ വരുമോ, പടച്ച തമ്പുരാന് മാത്രമാണ് അറിയുക. സുനാമി വന്നപ്പോ അതിന് മുമ്പായിട്ട് തവളകളൊക്കെ കടൽ തീരത്തുനിന്ന് പോയെന്നാണ് ഈ അടുത്ത് വാർത്ത ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? സുനാമി വരുന്നതിന് മുമ്പ് തവളകൾ അറിഞ്ഞു എന്ത് സുനാമി വരാൻ പോവാണ്, മനുഷ്യൻ അറിഞ്ഞില്ല. മനുഷ്യൻ വായിക്കാത്ത മണ്ണ് വന്ന് കയറിയപ്പോഴാണ് അറിഞ്ഞത് സുനാമിയെ വന്നു എന്നുള്ളത്. അപ്പോഴാണ് അറിയാം. വിവരം ഉണ്ടെന്ന് പറയുന്ന മനുഷ്യൻ അറിഞ്ഞില്ല, തവളയെ അല്ലാഹു തആല അറിയിച്ചു. വേഗം വിട്ടോ, പഠിച്ചോനെ വിട്ടോ. അടുത്ത വാർത്തയായിരുന്നു. ഒറ്റ തവള ചത്തിട്ടില്ല, തവളകളൊക്കെ എസ്കേപ്പായി. അതാണ് ഖുർആൻ പറയുന്നത്. എന്ത്? അല്ലാഹു തആല അറിയിച്ചു കൊടുക്കണം, അല്ലാതെ ഒരു വിവരവും നമുക്കില്ല. പടച്ച തമ്പുരാനാണ് എല്ലാ അറിവും ഉള്ളത്. പടച്ച തമ്പുരാനാണ് എല്ലാ അറിവും. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ശിഖരങ്ങളിലൂടെ, വൃക്ഷങ്ങളിൽ നിന്ന് ശിഖരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നതായ ഇലകളെ കണ്ടിട്ടില്ലയോ? വൃക്ഷങ്ങൾ കുഴിച്ചുവിടുന്നതാകുന്ന ഇലകളില്ലയോ? പച്ചയായിരുന്നാലും പഴുത്തതായിരുന്നാലും അവകളെ തിരിച്ചറിയുന്നത് പടച്ച തമ്പുരാനാണ്. ഏതൊക്കെയാണ് പഴുത്തത്, ഏതൊക്കെയാണ് പച്ചകൾ, അതെപ്പോഴാണ് വീഴുക, ഏത് സമയത്താണ് അത് അറ്റി വീഴുക, ഇത് റബ്ബിന് മാത്രമാണ് അറിയുക. വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 28-നാണോ, ഓഗസ്റ്റ് 24-നാണോ, ഓഗസ്റ്റ് 23 രാത്രിയിലാണോ ആ പ്രാവിൽ നിന്ന് ഇല കൊഴിയുന്നത്? അത് പടച്ച തമ്പുരാനെ മാത്രമാണ് അറിയുക. അല്ലാഹ് തീരുമാനിക്കണം ഇലങ്ങനെ കൊഴിയണമെങ്കിൽ, അതിന്റെ നെട്ടറ്റിങ്ങനെ വീഴണമെങ്കിൽ അല്ലാഹ് കരുതണം. പഴുത്തത് പച്ചയത് അത് എപ്പോഴാണോ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, ഒക്കെ വ്യക്തമായിട്ട് അല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അല്ലാഹ് അറിയാതെ ഒരു പണി നടക്കൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം മൊത്തത്തിൽ. അതാണ് ഖുർആൻ പറഞ്ഞത്. എന്ത്? സൂറത്തുൽ ഖാഫ്. ഏത്? ശ്രദ്ധിക്ക്. ഒന്നാമത്തെ ക്യാമറ, 5 ക്യാമറകൾ ഒന്ന്. ഏത്? അല്ലാഹ് ഏറ്റവും വലിയ ക്യാമറ. വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്, നാമാണ് സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യ, മാനവ, നിന്റെ കർണനരമ്പിനേക്കാൾ നിന്നോട് ഏറ്റവും കൂടുതൽ അടുത്തിട്ടുള്ളത് ഞാനാണ്. നിന്റെ മനസ്സിന്റെ മന്ത്രോച്ചാരണം പോലും ഞാൻ തിരിച്ചറിയുമേ. ഈ മനസ്സിൽ ഇങ്ങനെ കരുതിയാ മതി, അപ്പൊ തന്നെ എനിക്കതറിയാന്ന് പടച്ച തമ്പുരാൻ പറയാം. ഏറ്റവും വലിയ ക്യാമറ, ഏറ്റവും വലിയ ക്യാമറ. അള്ളയെ മറച്ചുകൊണ്ട് ഒരു പണി നടക്കൂല എന്നർത്ഥം. മനസ്സിലായോ? നമ്പർ 1 ക്യാമറ അതാണ്. അടുത്ത ക്യാമറ. എത്ര ക്യാമറ ഉണ്ട് പറയണോ? അത് അടുത്ത വാതിന് പറഞ്ഞാൽ മതിയോ? നാളെ ജുമായ്ക്ക് പറയാല്ലേ? അടുത്ത രണ്ടാമത്തെ ക്യാമറ ഏതാണത്? ഖുർആൻ. إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. മനുഷ്യ, മാനവ,
നിന്റെ നാവ് കൊണ്ട് നീ എന്തുച്ചരിക്കുന്നുവോ അതും അടയാളപ്പെടുത്താനായി അല്ലാഹു ഇതാ മലക്കുകളെ വെച്ചിരിക്കുകയാണ്. വലത്ത് റഖീദുണ്ട്, ഇടത്ത് അതീദുണ്ട്. രണ്ട് മലക്കുകൾ നിന്റെ ക്യാമറകളാണ്, ക്യാമറയാണ്. മാ യൽഫിദു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നീ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അടയാളപ്പെടുത്താൻ അള്ളയുണ്ട്, എന്നാൽ നീ ഉച്ചരിക്കുന്നത് അടയാളപ്പെടുത്താൻ മലക്കുകളുമുണ്ട് എന്ന് ഖുർആൻ. നീ ചിന്തിക്കുന്ന അടയാളപ്പെടുത്താറുണ്ട്, അള്ളയുണ്ട്. ഏറ്റവും വലിയ ക്യാമറ, ഫോക്കസ് കൂടിയതാണ്. മറ്റത് അത്രയില്ല, നിന്റെ ചിന്തയ്ക്കൊന്നുമില്ല. നീ നാവോട്ട് നീരും പറയാൻ എന്ന് പറയുമ്പോ തന്നെ ഇവിടെ എഴുതി കഴിഞ്ഞു. റഖീബ് അതീദ് അടുത്ത ക്യാമറ, രണ്ടാമത്തെ ക്യാമറ അതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇതിങ്ങനെ ഉണ്ടെന്ന് മദ്രസയിലും കണ്ട് വെച്ച് ഓർമ്മയുണ്ട്. അല്ലാഹ് ഇത് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ സി സൈസ് ക്യാമറ എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. സംഭവം വെറുതെ ഇരിക്കല്ലേ, ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഇനി ഏതാ ഉസ്താദാ മൂന്നാമത്തെ ക്യാമറ? കഴിഞ്ഞില്ലേ? വേറെ ഒന്നുമില്ലല്ലോ, മലക്കുകളൊന്നും ഇല്ലല്ലോ. അടുത്ത ക്യാമറ പറയണോ? ഈ മലക്കുകളെ തന്നെ മാറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അടുത്ത ഹദീസിലോട്ട് വന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഈ മലക്കുകൾ റൊട്ടേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അസറിന് ഒരു കൂട്ടം മലക്കുകൾ വരും. അവരിങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിൽക്കുന്ന റഖീബ് അതീദ് അലൈഹിം വസ്സലാത്തു വസ്സലാമിന്റെ ലിസ്റ്റുകൾ സെപ്പറേറ്റ് അവരെഴുതും. അവരെഴുതി തുടങ്ങും, അസർ മുതൽ എഴുതി തുടങ്ങും. എവിടെ വരെ? സുബഹി വരെ എഴുതി തുടങ്ങും. സയ്യിദുനാ റസൂലുള്ളാഹി ആണ് മൂന്നാമത്തേതാ ഹദീസാണ്. ഹദീസ് പറഞ്ഞിട്ടുമ്പോ മനസ്സിലാവും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. യതആഖബു ഫീകും മലായികത്തുൽ ലൈൽ വമലായികത്തുൻ നഹാർ യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്ർ വഫീ സ്വലാത്തിസ് സുബ്ഹ്. രണ്ട് ടൈമിലായി, സുബഹിയുടെയും അസറിന്റെയും ടൈമിലായി മലക്കുകളെ അല്ലാഹു റൊട്ടേറ്റ് ചെയ്യുമത്രേ. ഒരു കൂട്ടം മലക്കുകൾ സുബഹിക്ക് ഇറങ്ങി വരുകയാണ്. സുബഹി മുതൽ അവർ അസർ വരെ നീ ചെയ്ത നന്മ തിന്മകൾ രേഖപ്പെടുത്തുകയാണ്. അസർ വരെ നിലനിൽക്കുകയാണ്. അസറിന് മറ്റൊരു കൂട്ടം മലക്കുകൾ ഇറങ്ങി വരുകയാണ്. രണ്ടുപേരും കൂടി അസർ ജമാഅത്തായി നമസ്കരിക്കുകയാ. അസർ കഴിയുമ്പോ സുബഹി മുതൽ അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ മലക്കുകൾ റെക്കോർഡുകൾ കൈമാറിയിട്ട് അവർ ഇതാ കയറി പോകുകയാണ്. വീണ്ടും അസർ മുതൽ സുബഹി വരെ ഈ മലക്കുകൾ നിലകൊള്ളുകയാണ്. അടുത്ത സമയമാകുമ്പോ, സുബഹിയുടെ വഖത്താകുമ്പോ അടുത്ത വിഭാഗം മലക്കുകൾ ഇറങ്ങി വരുകയാണ്. ഫയജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്ർ വഫീ സ്വലാത്തി സുബ്ഹ്. സുബഹിക്കും അസ്റിനും ഇതാ മലക്കുകൾ ഒരുമിക്കുകയാണ്. അവർ ഇമാമും ജമാഅത്തായി നമസ്കാരം നിർവഹിക്കുകയാണ്. വീണ്ടും റെക്കോർഡ് കൈമാറി, വീണ്ടും അടുത്ത ടീം വന്നു. അവർ സുബഹി മുതൽ അസർ വരെ നിലകൊണ്ടു. അടുത്ത ടീം വീണ്ടും വരുന്നു, അസർ ജമാഅത്തായി നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് റെക്കോർഡ് കൈമാറി വീണ്ടും അടുത്തു പോകുന്നു. ഇങ്ങനത്തെ ക്യാമറകളുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. ഇങ്ങനെയുണ്ടോ? ഉണ്ട്. ഹദീസ്. അപ്പൊ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതീദ് റഖീബ് അതീദ് മാത്രമല്ല, അടുത്ത ടീമുകളുണ്ട്. യതആഖബു ഫീകും മലായികത്തുൽ ലൈലി വമലായികത്തുൻ നഹാരി യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വഫീ സ്വലാത്തിസ് സുബ്ഹി. സയ്യിദുനാ റസൂലുള്ളാഹി തീർന്നില്ല. ഫയഅർജൂന മൻ ബാതു ഫീകും. രാത്രിയിൽ അമൽ ചെയ്തവരുടെ അമലുകളെ രേഖപ്പെടുത്തിയതാകുന്ന മലക്കുകൾ സുബഹിയുടെ സമയമാകുമ്പോ അടുത്ത മലക്കുകൾ വരുമ്പോ അവരുമായി ഇമാമും ജമാഅത്തുമായി സുബഹി നമസ്കരിച്ചിട്ട് ആകാശ ലോകത്തേക്ക് കയറുകയാണ്. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കയറി വരുന്ന മലക്കുകളോട് ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദി, എന്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെയാണ് ഉപേക്ഷിച്ചത്?
ഏത് നിലയിലാണ് കണ്ടുമുട്ടിയത്, ഏത് നിലയിലാണ് അവരെ എത്തിച്ചത്. അല്ലാഹു തആലാക്ക് ആ അടിമകളെ കുറിച്ച് നല്ലതുപോലെ അറിയാമെങ്കിലും ഈ മലക്കുകളുടെ വായിൽ നിന്ന് കിട്ടാൻ അല്ലാഹു കൊതിക്കുകയാണ്. മലക്കുകൾ പറയുമത്രേ, അത്തൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെല്ലുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു അല്ലാഹ്. ഞങ്ങൾ കയറി വരുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു അല്ലാഹ്. നിന്റെ അടിമകൾ സച്ചരിതരാണ് പടച്ച റബ്ബേ. അവർ ഇബാദത്തെടുക്കുന്നത് കണ്ടുകൊണ്ടാണ് കടന്നു വരുന്നത് എന്ന് സാലിഹീങ്ങളെ പറ്റി മലക്കുകൾ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ മൂന്നാമത്തെ ക്യാമറ മനസ്സിലായോ? മലക്കുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇനി നാലാമത്തെ ക്യാമറ. ഓരോ ക്യാമറ ഓർമ്മ വേണം. ഒന്ന് അല്ലാഹ്, രണ്ടാമത്തത് റഖീബ് അതീദ്, മൂന്നാമത്തത് മലക്കുകൾ റൊട്ടേറ്റ് ചെയ്യും. 4 വേഗം നിർത്താണ്. 4, 5 അതുകൂടെ കഴിഞ്ഞ ദ്വാരക്കാൻ പോവാൻ. നാലാമത്തെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാലാമത്തെ ക്യാമറ ഈ ഭൂമിയാണ്. ഈ ഭൂമി നിന്നെ സംരക്ഷിക്കണേ, ഈ ഭൂമി നിന്നെ നോക്കുന്നുണ്ട്. നീ ഓർക്കും, അടച്ചിട്ട റൂമിൽ ആരും അറിയില്ല, ഒരാൾ പോലും ഇല്ല. എവിടെയെങ്കിലും അവിടെ ക്യാമറ ഉണ്ടെന്നറിയാം. മൊബൈൽ ഫോണിലെ ക്യാമറ ഓൺ ചെയ്തിട്ട് നീ ഇങ്ങനെ ചുറ്റും റോന്ത് ചെയ്ത് നിൽക്കുക അല്ലേ. നമ്മൾ ചിലപ്പോൾ സ്യൂട്ട് റൂമൊക്കെ എടുത്തിട്ട് കിടക്കും. അപ്പൊ അവിടെ ക്യാമറകൾ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി പഠിപ്പിച്ചിരിക്കുന്ന ഒരു നമ്പറാണ് എന്ത്, നമ്മുടെ മൊബൈൽ ഫോണിലെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ മൊത്തം പരിശോധിക്കാം, മുക്കുമൂലകൾ പരിശോധിക്കാം. അപ്പൊ എവിടെയെങ്കിലും ഇങ്ങനെ ചുവന്ന ലൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ക്ലിപ്പാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒക്കെ മടിച്ചു വെച്ചോ, എവിടെയെങ്കിലും പോവാണെങ്കിൽ അത് ചെയ്താൽ മതി. അപ്പൊ ഇതിങ്ങനെ മൊത്തം മുക്കുമൂല മൊത്തം ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ സുബിബാങ്ക് വിളിക്കുന്ന കേൾക്കാം. പിന്നെ ഉറങ്ങണമെന്നില്ല. ക്യാമറ ഉണ്ടോന്ന് നോക്കിയതാ, ഉറങ്ങാൻ വേണ്ടി റൂം എടുത്തേ, അല്ലാത്ത പിന്നെ ഉറക്കമില്ല. നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്. മനസ്സിലായി? അല്ല, ഇത് മൊത്തം നോക്കി വരാൻ പിന്നെ ഇവിടെ കിടക്കുക. എന്തിനു പേടിക്കുന്നത്? അശ്ലീലത കാണിക്കുന്നവനല്ലേ പേടിക്കേണ്ടുള്ളൂ, അല്ലാത്തവൻ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കുക, അതാണ് പറയാനുള്ളത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് വേറെ വിഷയമാണ്, വേറെ ടോപ്പിക്കാണ്. ശ്രദ്ധിച്ചോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെങ്കിലും ക്യാമറകളൊക്കെ നമ്മൾ നോക്കും. ഇവിടെ ശ്രദ്ധിച്ചോ, ഭൂമി ഒരു ക്യാമറ ആണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റൂമിൽ നമ്മൾ ആരും ഇല്ലല്ലോ എന്ന് കരുതും, ഒരു ക്യാമറ ഇല്ലല്ലോ. പക്ഷെ ആ സ്ഥലം മതി, ആ സ്ഥലം നിനക്കെതിരെ സാക്ഷി നിൽക്കും സയ്യിദുനാ റസൂലുള്ളാഹി. നീ നന്മ ചെയ്താൽ അങ്ങനെ, തിന്മ ചെയ്താൽ അങ്ങനെ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെടുന്ന ആളുകളെ ഓർത്തുകൊണ്ട് നമസ്കരിച്ച സ്ഥലങ്ങൾ കരയുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. കാപ്പന പള്ളിയിൽ നമസ്കരിച്ചവരെ, പുതുത്തെരുവ് ജമാഅത്തിൽ നമസ്കരിച്ചവരെ, പുത്തൻതെരുവ് ജമാഅത്തിൽ നമസ്കരിച്ചവരെ, കരുനാഗപ്പള്ളി സന്ദറിൽ നമസ്കരിച്ചവരെ, പള്ളികൾ നമസ്കാരം കൊണ്ട് സജീവമാക്കിയ മുസ്ലിമേ, വീടിന്റെ അകത്തളങ്ങളിൽ പർദ്ദ ധരിച്ചുകൊണ്ട് കൃത്യമായി ജമാഅത്ത് ശീലിച്ചുകൊണ്ട് നമസ്കാരം ശീലിച്ച സഹോദരി, വീടിന്റെ അകത്തളങ്ങൾ അതായി നമസ്കരിച്ച സഹോദരി, നീ നമസ്കരിക്കുന്ന സ്ഥലങ്ങൾ നീ മരിച്ചു കഴിയുമ്പോ നിന്നെ ഓർത്തുകൊണ്ട് വിലപിക്കുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ തഹഫദുൽ അർള ഫഇന്നഹാ ഉമ്മുകും, ഭൂമിയെ സൂക്ഷിക്കണേ സാബാ, കാരണം ഭൂമി നിങ്ങളുടെ മാതാവാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മരം വെട്ടി നശിപ്പിച്ചവരല്ലയോ, മരം വെട്ടി നശിപ്പിച്ചതായ ആളുകളല്ലയോ, മലകൾ തൂർത്തടിച്ചവരല്ലയോ, അത് വെട്ടിപ്പിടിച്ചവരല്ലയോ, അത് മണൽ മാഫിയകൾക്ക് വിറ്റവരല്ലയോ. ഇന്ന് ഈ ഭൂമി അവന് തിരിച്ചടിയായപ്പോ മനുഷ്യ നീ കേരിക്കരുതേ, കാരണം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ് ഈ ഭൂമിയെ നീ സൂക്ഷിക്കണേ, ഭൂമിയെ നീ നശിപ്പിക്കരുതേ, അതിനെ നീ വെട്ടിപ്പിടിക്കരുതേ, അതിന്റെ മലകൾ തകർക്കരുതേ, കാരണം ഈ മലകളെന്ന് പറയുന്നത് ഭൂമിയുടെ ആണിയാണ്. അമ്മയത്തസാഅലൂൻ,
عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا ഖുർആൻ അടിവരയിട്ടുകൊണ്ട് സൂറത്തു നബയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വൽ ജിബാല ഔതാദാ, ഈ പർവ്വതങ്ങളെ നിങ്ങൾക്ക് നാം ആണികളാക്കിയില്ലയോ? ഈ ഭൂമികളെ അടിച്ചുറപ്പിച്ചിരുന്നതായ പലകകളിൽ ആണി അടിപ്പിച്ച് ഉറപ്പിക്കുന്നത് പോലെ ഈ ഭൂമിയെ ഉറപ്പിച്ചിരുന്ന പർവ്വതങ്ങളെ JCB കൊണ്ടുകൊണ്ട് മറിച്ചിട്ടവരെ, ഹിറ്റാച്ചി കൊണ്ടുവന്ന് മറിച്ചിട്ടവരെ, അതിനെ തകർത്ത് തരിപ്പണമാക്കിയവരെ, ആ ഭൂമി തന്നെ നിനക്ക് തിരിച്ചടിയാണ്, തിരിച്ചടിയാൻ. ഈ ഭൂമിയെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ഭൂമി നിങ്ങളുടെ മാതാവാണ്, മാതാവാൻ. സയ്യിദുനാ റസൂലുള്ളാഹി ഭൂമി നിങ്ങളെ ഇങ്ങനെ നോക്കുക, വാച്ച് ചെയ്യുക. നിങ്ങളുടെ ക്യാമറയാണ് കേട്ടോ. ഭൂമി എവിടെ ഇല്ലാത്ത, നിങ്ങൾ എവിടെ പോയാലും ഭൂമിയല്ലേ. ഭൂമി നിങ്ങളുടെ മാതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഭൂമിയാണ് അടുത്ത ക്യാമറ, നാലാമത്തെ ക്യാമറ അതാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി നിങ്ങൾക്ക് സാക്ഷി നിൽക്കും. ഹദീസാണ് അടുത്ത ഹദീസ്. ഈ ഹദീസ് പൂർത്തീകരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്? വലൈസ മിൻ ആമിലിൻ ഉമില അലൈഹാ ഇല്ലാ വഹിയ മുഖ്ബിറ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, സഹാബ, ആരൊരുവൻ ഇതിന്റെ പുറത്തിരുന്നുകൊണ്ട് എന്ത് പ്രവർത്തനം ചെയ്യുന്നുവോ അത് നാളെ മഹ്ശറിൽ വിളിച്ചു പറയുമേ ഈ സ്ഥലമെന്ന് ഹബീബ് നീ വ്യഭിചാരം നടത്തിയതാണ് എങ്കിൽ, അശ്ലീലത കണ്ടതാണ് എങ്കിൽ, മോശപ്പെട്ടതാകുന്ന രീതിയിൽ സംസാരം നടത്തിയതാണ് എങ്കിൽ, അന്യപ്പെണ്ണുമായി ഭാഷണം നടത്തിക്കൊണ്ട് ചായ ചീറ്റിങ് നടത്തിയതാണ് എങ്കിൽ, എന്ത് പ്രവർത്തനം നടത്തിയതായിരുന്നാലും നാളെ നിനക്ക് എതിരായി ഈ ഭൂമി സാക്ഷി നിൽക്കുമേ, സാക്ഷി നിൽക്കുമേ. ഭൂമി നിനക്കെതിരെ സാക്ഷി നിൽക്കും. സയ്യിദുനാ റസൂലുള്ളാഹി വലൈസ മിൻ ആമിലിൻ ഉമില അലൈഹാ ഇല്ലാ വഹിയ മുഖ്ബിറ. ഭൂമുഖത്തിരുന്ന് എന്ത് ചെയ്താലും നാളെ ഭൂമി വിളിച്ചു പറയും, ഇവൻ ഇവിടെ ഇരുന്നിട്ട് എല്ലാ പരിപാടി നടത്തി കേട്ടോ എന്ന് വിളിച്ചു പറയും. ഭൂമി പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എവിടെ പോയാലും, ഏത് ഇശാ ക്ലബിൽ പോയാലും എവിടെ പോയാലും വിളിച്ചു പറയും. 5 ഇതാ നിർത്തുകയാണ്. അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അഞ്ചാമത്തെ ക്യാമറ നിന്റെ അവയവമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി നിന്റെ ഓരോ അവയവവും, കണ്ണും നാക്കും നമ്മൾ നേരത്തെ പറഞ്ഞത്, കണ്ണും നാക്കും മാത്രമല്ല, അത് ഭാഗ്യമുള്ള 2 അവയവങ്ങളാണ്. എന്തുകൊണ്ട്? നാളെ റബ്ബിനെ കാണാൻ ഈ കണ്ണുകൊണ്ട് പറ്റും. റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിൽ കിടക്കുമ്പോൾ അൽഹംദുലില്ലാ പറയാൻ ഈ നാവ് കൊണ്ട് പറ്റും. അതുകൊണ്ട് ഈ 2 അവയവങ്ങളും ഭാഗ്യമുള്ളതാണ്. എന്നാൽ ഈ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും നീ ശ്രദ്ധിച്ചോ, ഹറാമിനെ തൊട്ട് സൂക്ഷിച്ചോ, കയ്യെ സൂക്ഷിച്ചോ, കൈകളുകളെ സൂക്ഷിച്ചോ, എല്ലാം സൂക്ഷിച്ചോ. എന്തുകൊണ്ട്? ഈ അവയവങ്ങൾ നിനക്കെതിരാകും. ഖുർആൻ അല്ലാഹു മലക്കാക്കട്ടെ. അഞ്ചാമത്തെ ക്യാമറ നിന്റെ അവയവങ്ങളാണ്. ഇതൊക്കെ പടച്ചനിങ്ങനെ തന്നിരിക്കുക. നമ്മുടെ കയ്യിൽ തന്നെ ക്യാമറ ഉണ്ട്, എന്നിട്ട് നമ്മൾ വേറെ ക്യാമറ വിറ്റ് ചെയ്യാൻ പോവുക. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇത് അടയാളപ്പെടുത്തുമെന്നാണ്. സൂറത്ത് യാസീൻ, വേറെ എവിടെയും പോണ്ട. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ أيديهم وتشهد أرجلهم بما كانوا يكسبون وقالوا لجلودهم لما شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء. شد القرآن. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ നിനക്കെതിരായി നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി പറയുമ്പോ, അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നീ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളോട്, നിന്റെ കൈകളോട്, നിന്റെ കണ്ണുകളോട്, നിന്റെ നാവിനോട്, നിന്റെ കാതുകളോട് നീ തന്നെ വിളിച്ചു ചോദിക്കുകയാണ്, ലിമ ശഹിദ്തും അലൈനാ, അല്ലയോ അവയവങ്ങളെ, എനിക്കെതിരായിട്ട് നിങ്ങൾ എന്തിനാണ് സാക്ഷി പറയുന്നത്? ഞാൻ നിന്നിൽപ്പെട്ടവനല്ല,
അല്ലയോ, നീ എന്നിൽ പെട്ടവനല്ലയോ, നമ്മളൊന്നല്ലയോ, ഒരു ശരീരമല്ലയോ, പിന്നെന്തിനാണ് നീ എനിക്കെതിരായി ഈ റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയുന്നത് എന്ന് കൈകളോട് ചോദിക്കുമ്പോ, ശരീരത്തിന്റെ അവയവങ്ങളോട് ചോദിക്കുമ്പോ, ഖാലൂ അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈ. അവയവങ്ങൾ പറയുകയാണ്, പടച്ച തമ്പുരാനങ്ങൾക്ക് സംസാരിക്കാനുള്ള സംസാര വൈഭവം അല്ലാഹു നൽകിയിരിക്കുകയാണ്. പറയാതിരിക്കാൻ കഴിയുകയില്ല, പറയാതിരിക്കാൻ കഴിയുകയില്ല. അല്ലാഹു പറയിപ്പിച്ചതാണ്. ഈ ദുന്യാവിൽ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള വിഭവമൊന്നുമില്ല, കയ്യൊക്കെ ഇങ്ങനെ കാണിക്കലുള്ളൂ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ കയ്യും കാലും ഒക്കെ സംസാരിക്കും. ഖുർആൻ അല്ലാഹു കാക്കട്ടെ. വിളിച്ചു പറയും, പടച്ച റബ്ബേ അവൻ സിനിമയ്ക്ക് പോയതാ, അത് അവനവിടെ ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് വിളിച്ചു പറയും. പിന്നെ TMB നമ്മൾ എപ്പോഴും കാണുമായിരുന്നു എന്ന് പറയും. അല്ലാഹു കാക്കട്ടെ, പടച്ച റബ്ബ് കാക്കട്ടെ. 5 ക്യാമറകൾ മനസ്സിലായോ? 1 അല്ലാഹു, 2 റഖീബ് അതീദ്, 3-മത്തത് മലക്കുകളെ തന്നെ സുബഹിക്കും അസ്റുമായിട്ട് റൊട്ടേറ്റ് ചെയ്യും, 4-മത്തത് ഭൂമി, 5-മത്തത് അവയവങ്ങൾ. ഈ 5 ക്യാമറയും നീ സൂക്ഷിച്ചോ സയ്യിദുനാ റസൂലുള്ളാഹി. ഈ 5 ക്യാമറ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അനങ്ങാൻ പറ്റൂല എന്നർത്ഥം, നിന്നെ പൂട്ടിട്ടിരിക്കുകയാണെന്ന് അർത്ഥം. അല്ലാഹു തആല ഏറ്റവും വലിയ ക്യാമറ, ഏറ്റവും ഫോക്കസ് കൂടിയ ക്യാമറ. നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ വഴിസൈഡ് ഈ ക്യാമറകൾ നമ്മൾ റോഡിൽ എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ ഭയങ്കര ഒതുങ്ങും, സൂക്ഷ്മത കാണിക്കുകയാണ് ഭയങ്കരമായിട്ട്. ക്യാമറയുടെ മുന്നിൽ ഭയങ്കര വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയ കോലത്തിൽ കാണിക്കും അല്ലേ? എന്നാ അതുപോലെ ജീവിച്ചോ, തഖ്വ വെച്ച് ജീവിച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. ഇനി കുറഞ്ഞ കാലഘട്ട ജീവിതമുള്ളൂ. ആ ആയുസ്സിൽ 30-40 ഉള്ള ആയുസ്സിൽ പെട്ടെന്നാണ് ദിവസം പോകുന്നത്. രാവിലെ ഒന്ന് എഴുന്നേറ്റ് പല്ല് കഴിച്ച് കുളിച്ചു കഴിയുമ്പോൾ തന്നെ സമയം ഇങ്ങനെ പോയി. അത്ര സ്പീഡിലാണ് പോകുന്നത്, കാര്യങ്ങൾ അത്ര സ്പീഡിലാണ്. അപ്പൊ നീ ഒന്ന് ശരിക്കൊന്ന് റാഹത്തായിട്ട് കുറച്ചു നാളൊന്ന് ശ്രദ്ധിച്ചാല്, ഒരു 2 ആഴ്ച ഒന്ന് നീ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും അല്ലാഹു തആല നിന്നെ നന്നാക്കും, ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറയുന്നത് 40 ദിവസം നീ കൃത്യമായിട്ട് ഇമാമും ജമാഅത്ത് ശീലിക്കാൻ പറയുന്നത്. ഇമാമും ജമാഅത്ത് ശീലിക്കും. പുരുഷന്മാരെ സംബന്ധിച്ച് കൃത്യത വെക്കുക. പള്ളിയിൽ തന്നെ അവ്വൽ വഖത്ത് നിസ്കരിക്കുമെന്ന് അങ്ങനെ ഒരു 40 ദിവസം നിത്യമാക്കിയാൽ നിന്റെ ജീവിതത്തിൽ ഒരു ചിട്ട വരികയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്ത്രീകളും അതേപോലെ ആദ്യ വഖത്തിൽ തന്നെ ഞാൻ നിസ്കരിക്കുമെന്നൊരു ചിട്ട നിങ്ങളൊരു 2 ആഴ്ച ഒന്ന് കൊണ്ടു നടന്നു നോക്കി, ഉറപ്പായിട്ട് അല്ലാഹു തആല ഒരു ഖൈറ് തരും, ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.